ഹലോ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് സിമ്പിൾ ഹെയർ ഗ്രോത്ത് ടിപ്സ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് ആർക്കൊക്കെ ഉപകാരമാണെന്ന് പറയാം. വീട്ടമ്മമാർക്ക്, പിന്നെ ജോലിക്ക് പോകുന്ന വർക്കിംഗ് വുമൻ അവർക്കായിട്ടാണ്, പിന്നെ ബിസി ഷെഡ്യൂളിലായിട്ടുള്ളവർക്കൊക്കെയാണ് ഈ ടിപ്സ് ഫോളോ ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ ആദ്യത്തെ ടിപ്സ് ഞാൻ പറയുന്നതാണ്. അപ്പോൾ ആദ്യത്തെ എന്ന് പറയുന്നത്, ആഴ്ചയിൽ ഒരു 2 തവണ ഓയിൽ മസാജ് ചെയ്യണം. പിന്നെ ഹോട്ട് ഓയിൽ മസാജാണ് നല്ലത്. നിങ്ങൾക്ക് എപ്പോൾ ടൈം കിട്ടുമോ അപ്പോൾ, അതായത് വീക്കെൻഡ്, ശനിയാഴ്ച ഇല്ലെങ്കിൽ ഞായറാഴ്ച ആയിട്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഏത് എണ്ണ ഉപയോഗിക്കുന്നവോ അത് ഒരു ഹോട്ട് ഓയിൽ മസാജായിട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്തതായിട്ടെന്ന് പറയുന്നത്, രാവിലെ വൈകുന്നേരം ജട കളയുക. മുടിയിലത്തെ ചിക്ക് ഇല്ലെങ്കിൽ ജട വേർപ്പെടുത്തിയിട്ട് കെട്ടി വയ്ക്കുന്നതാണ്. പിന്നെ അടുത്തതെന്ന് പറയുന്നത്, മുടി നന്നായിട്ട് ഉണക്കി വയ്ക്കുന്നതാണ്. ഇത് സിമ്പിളായിട്ട് ടിപ്പ് എന്ന് പറയാം. എല്ലാവർക്കും തലമുടി ഉണക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ നന്നായി ഉണക്കി എടുത്താൽ തന്നെ നമുക്ക് താരത്തിൻ്റെ പ്രശ്നം ഒഴിവാക്കാം. സ്കാൽപ്പിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസൊക്കെ ഒഴിവാക്കാൻ ഇത് സഹായിക്കുന്നതാണ്. പിന്നെ നൈറ്റ് ഹെയർ കെയർ റുട്ടീനും ചെയ്യാം. അതായത് ബാക്ക് കോമ്പിങ്, അത് ഡെയിലി ചെയ്യാം. ഉറങ്ങുന്ന മുമ്പ് ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കുന്നത് നല്ലതാണ്. ബാക്ക് കോമ്പിങ് ചെയ്തിട്ട് നിങ്ങൾക്ക് ബണ്ണായിട്ടും കെട്ടി വയ്ക്കാം, ഇല്ലെങ്കിൽ ബ്രെയ്ഡായിട്ടും വയ്ക്കാവുന്നതാണ്. പിന്നെ ഫ്രിസിനെസ്, പിന്നെ ഡ്രൈനെസ്, സ്പ്ലിറ്റൻസൊക്കെ കുറയ്ക്കാൻ വെളിച്ചെണ്ണയോ ഓലിവ് ഓയിലോ ഇല്ലെങ്കിൽ ബാദാം ഓയിലോ തുമ്പത്തൊന്ന് തടവി കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഇതിലൂടെ തന്നെ നമുക്ക് നന്നായി ഭക്ഷണം കഴിക്കാം. അതായത് 8 ഗ്ലാസ് വെള്ളം, പിന്നെ നല്ലോണം ന്യൂട്രീഷ്യൻസ് ആയിട്ടുള്ള അടങ്ങിയ ഒരു പലഹാരങ്ങളൊക്കെ കഴിക്കാം. അതായത് ഭക്ഷണ രീതികൾ ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഇതിലൂടെ തന്നെ നമുക്ക് പാതി മുടിയിലത്തെ പ്രശ്നങ്ങൾ ഒഴിവാക്കി എടുക്കുന്നതാണ്. പിന്നെ ആഴ്ചയിൽ ഒരു 2 തവണ കഞ്ഞിവെള്ളമായിട്ട് നമുക്ക് മുടി കഴുകാവുന്നതാണ്. കഞ്ഞിവെള്ളം എന്നല്ല, നിങ്ങൾക്ക് വേപ്പില തിളപ്പിച്ചാറിയ വെള്ളം ഉപയോഗിക്കാം. പിന്നെ ഉലുവ വെള്ളം ഉപയോഗിക്കാം. അത് ചിലപ്പം നീർക്കെട്ടുണ്ടാവാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ പിന്നെ ഇത് പേരിലയുടെ വെള്ളം ഉപയോഗിക്കാം. പിന്നെ മുരിങ്ങയിലയുടെ തിളപ്പിച്ച ആറിയ വെള്ളം, ഇങ്ങനെയൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ആഴ്ചയിൽ ഒരിക്കൽ മാത്രം മതിയാവും. ഇങ്ങനത്തെ തിളപ്പിച്ച ആറിയ വെള്ളം ഒരു വെള്ളത്തിൻ്റെ ഒരു ലിക്വിഡ് കണ്ടൻറ്റായിട്ട് ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലതാണ്. പിന്നെ മന്ത്ലി ഹെയർ പാക്ക് ഇടാവുന്നെങ്കിൽ ഇടാം. അതായത് താല്പര്യമുള്ളവർക്ക് മാത്രം ഇടാം, കമ്പൾസറി ഒന്നുമില്ല. എങ്ങനെയായാലും നല്ലോണം മുടി കെയർ ചെയ്താലേ നല്ല ആരോഗ്യമുള്ള മുടി നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ. പിന്നെ ഈ ചാനലും സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.